അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എസ് വേവ്സിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും പി വേവ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കണക്ക് തന്നെ എസ് വേവിൻ്റെയും പി വേവിൻ്റെയും തമ്മിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എസ് വേവ്സ് എന്ന് പറയുന്നത് സ്ലോവർ ദാൻ പി വേവ് ആണ്. അതേസമയം ഫാസ്റ്റർ വേവ് ആണ് എന്ന് പറയുന്നത് പ്രൈമറി വേവ് അല്ലെങ്കിൽ പി വേവ് എന്ന് പറഞ്ഞാൽ പ്രൈമറി പി വേവ് എന്താണ്, ഫാസ്റ്റർ ആണ്. സെക്കൻഡറി വേവ് ആയിട്ടുള്ളത് എന്താണ്, സ്ലോവർ ആണ് എന്നുള്ളത് പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ. അടുത്തത് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? എല്ലാവർക്കും അറിയാം 0.03% ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേബിൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? നൈട്രജൻ. രണ്ടാമതാണ് ഓക്സിജൻ. അതിൻ്റെ അളവ് പഠിച്ചു വയ്ക്കുക. 78%, 21. അപ്രോക്സിമേറ്റ്ലി ഇവർ കറക്റ്റ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് എന്ത് എടുക്കാം, 21% ഒന്ന് ഓക്സിജൻ്റെ അളവ് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടല്ലോ. ഈ ഓർഡർ ആദ്യത്തെ ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡർ പഠിച്ചു വയ്ക്കുക. ഏറ്റവും കൂടുതലിൽ നിന്ന് കുറവോ അല്ലെങ്കിൽ കുറവിൽ നിന്ന് കൂടുതലോ ആയിട്ട് ചോദിക്കാം. അതെന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഹൈഡ്രജനൊക്കെ ഏറ്റവും കുറവാണേ, ഒന്ന് പഠിച്ചു വയ്ക്കുക. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് അവയുടെ വാല്യൂസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ദ ഡോൾഡ്രം ആർ ആൻ ഏരിയ ഓഫ് ഡാഷ് പ്രഷർ അറൌണ്ട് ദി ഇക്വേറ്റർ വെയർ പ്രിവെയിലിംഗ് വിൻഡ്സ് ആർ കാം എന്നുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഡോൾഡ്രമിനെ പറ്റിയിട്ടാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ഉത്തരം എന്താ, ലോ ആണ്. അതായത് ഡോൾഡ്രം ഏരിയയിൽ എന്താണ്, പ്രഷർ എന്താണ്, വെരി ലോ ആണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഷർ ബെൽറ്റും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ എർത്തിൻ്റെ ഇക്വേറ്ററിൻ്റെ ആ ഭാഗത്ത് എന്താണ് ഉള്ള ആ ഒരു പ്രഷർ ബെൽറ്റിനെയാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയും. അതൊക്കെ തന്നെ ട്രോപ്പിക്കൽ ഏരിയയുടെ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് സബ് ട്രോപ്പിക്കൽ ഹയർ പ്രഷർ ബെൽറ്റും അതുപോലെ തന്നെ സബ് ട്രോപ്പിക്കൽ ലോവർ പ്രഷർ ബെൽറ്റ് ആണ് നമ്മുടെ 60 ഡിഗ്രി. ഓരോ ഡിഗ്രി വെച്ചിട്ട് നമുക്ക് നോക്കാം. 0 ഡിഗ്രിയിലാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അവിടെ അറിയപ്പെടുന്ന പേരാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഡോൾഡ്രം. ഡോൾഡ്രം എന്ന് വെച്ചാൽ ആ ഏരിയയിൽ എന്തില്ല, കാറ്റില്ല. അതായത് എപ്പോഴും പഠിച്ചു വയ്ക്കുക, വിൻഡ് എപ്പോഴും പോകുന്നത്, വിൻഡിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹയർ ടു ലോവർ ആയിരിക്കും. വിൻഡിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, ഹയർ ടു ലോവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ഏരിയ ആണ്. മറ്റെന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹയർ പ്രഷർ ഏരിയ ആണ്. അതിന് നമ്മൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡൊക്കെ എന്നൊക്കെ പറയും. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വയ്ക്കുക. അതൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള ഏരിയ ആണ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന പ്രഷർ ബെൽറ്റ് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ് സബ് ട്രോപ്പിക്കൽ ഹയർ പ്രഷർ ബെൽറ്റ്. നമുക്ക് ക്ലാസ്സിൽ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അതാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോവർ പ്രഷർ ഏരിയയിലേക്ക് എന്ത് ചെയ്യും, വിൻഡ് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താവും, ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡോൾഡ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സബ് ട്രോപ്പിക്കൽ ഹയർ പ്രഷർ ബെൽറ്റ് എന്ന സബ് പോളാർ ലോവർ പ്രഷർ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യും, കാറ്റ് വീശും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, പ്രിവെയിലിംഗ് വെസ്റ്റർലീസ് എന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞത് സബ് ട്രോപ്പിക്കൽ ഹയർ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വിറ്റോറിയൽ ലോവർ പ്രഷർ ബെൽറ്റിലേക്ക് ഉണ്ടാവുന്ന ഇവിടെ ഉണ്ടാവുന്ന ഈ കാറ്റുകളെയാണ് ട്രേഡ് വിൻസ് എന്ന് പറയും. ട്രേഡ് വിൻസ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വിൻഡ് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്, ഹയർ ടു ലോവർ ആണ്. അതേ കണക്ക് തന്നെ വിൻഡിന് പേര് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, അത് എവിടെ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അവയ്ക്ക് പേര് കൊടുക്കുന്നത്. ഇപ്പൊ ഈ നോർത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻഡ് എന്ന് അതിനെ അറിയപ്പെടാനുള്ള കാരണം എന്തായിരിക്കും, അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. അത് നോക്കുക, ഇത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സ്ഥലം തന്നെ നോക്കുക, ഈ നോർത്ത് ഈസ്റ്റേൺ പാർട്ടാണല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വീശുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്നറിയപ്പെടുന്നത്, നോർത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻഡ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സബ് പോളാർ ലോവർ പ്രഷർ ബെൽറ്റിലേക്ക് ഹയർ പ്രഷർ ഏരിയയിൽ നിന്ന്, അതായത് നമ്മുടെ പോളാർ റീജിയനിൽ നിന്ന് വീശുന്ന ആ കാറ്റുകളെയാണ് പോളാർ ഈസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, അതുപോലെ തന്നെയാണ് സദേൺ ഹെമിസ്ഫിയറിലും ഉള്ളത്. നമ്മൾ ക്ലാസ്സിൻ്റെ സ്പീഡ് ഇത്ര കൂട്ടാൻ കാരണം ഇതൊരു ക്ലാസ് അല്ല, നിങ്ങൾക്കൊരു ഡിസ്കഷൻ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റീവൈൻഡ് ചെയ്ത് ക്ലാസ് കാണാം. അടുത്ത ഇനി നമുക്ക് വേൾഡ് ജോഗ്രഫിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത കുറേഷ്യോ കറണ്ട് ഫ്ലോസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓഷൻ. അതായത് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, ഓഷൻ കറണ്ട്സിനെ പറ്റിയിട്ടാണ്. ഓഷൻ കറണ്ടിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ഓഷൻ കറണ്ട്സിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം നോക്കിയേ.
എന്താണ് കുറോഷ്യ എന്ന് പറയുന്നത്? കുറോഷ്യൻ കറണ്ട് എന്ന് പറയുന്നത് എവിടെയാണ്? പസഫിക് ഓഷനിലുള്ള ഒരു കറണ്ടാണ്, ഓഷൻ കറണ്ടാണ് ഈ ഒരു കുറോഷ്യോ കറണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഓഷൻ കറണ്ട്? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് ഓഷൻ കറണ്ടുകൾ. ഓഷൻ കറണ്ടുകളെ പ്രധാനമായിട്ടും ഓഷൻ കറൻസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. വാമും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് കോൾഡും ഉണ്ട്. ഇതെങ്ങനെയാണ് തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേറ്റർ ഇല്ലേ, ഇക്വേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, ഇക്വേറ്റർ എന്താണ് ചൂട് പിടിച്ചിറങ്ങുന്നത്, അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് വാമും, അതുപോലെ നമ്മളെ പോളാർ റീജിയൻ ആ ഒരു സൈഡിൽ നിന്ന് താഴോട്ട് വരുന്നത് എന്തുമായിരിക്കും? കോൾഡും ആയിരിക്കും. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൽ മെയിനായിട്ട് നോക്കി വെക്കേണ്ടത് ഓരോ ഓഷനിലും കാണപ്പെടുന്ന, ഓരോ ഓഷനിൽ, ഇപ്പോൾ പസഫിക് ഓഷനിലുള്ളത് ഏതൊക്കെയാണ്, അറ്റ്ലാന്റിക് ഓഷനിലുള്ളത് ഏതൊക്കെയാണ്, അതിൽ തന്നെ വാം ഏതാണ്, അതുപോലെ തന്നെ കോൾഡ് ഏതാണ് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ടത്. ഇതിൻ്റെ അത് ഈ ഒരു ചുമന്ന, ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? വാം കറണ്ടും, അതുപോലെ തന്നെ കോൾഡ് എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതുമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ മെയിനായിട്ട് ആണ്. നമ്മൾ പറഞ്ഞ കുറോഷ്യോ കിടക്കുന്നു. കുറോഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാം കറണ്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇതാണ് എന്ത് ചെയ്യുന്നത്? ഒയോഷ്യോ കറണ്ട് എന്ന് പറയുന്നത് അത് ഒരു കോൾഡ് കറണ്ടാണ്. സോറി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കേണ്ടത്, ഈ രണ്ട്, ഇപ്പൊ തന്നെ ഈ ഒരു കേസ് തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു കേസ് തന്നെ നോക്കിയേ, ഈ ഒരു കോൾഡ് കറണ്ടും ഈ ഒരു വാം കറണ്ടും കൂടെ ചേരുന്ന ഈ ഒരു ഏരിയയിൽ എന്തായിരിക്കും? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മത്സ്യങ്ങൾക്ക് വളരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മത്സ്യം അല്ലെങ്കിൽ ഫിഷ് ആക്ടിവിറ്റീസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ ഏരിയ എന്നൊക്കെ ഫിഷിന്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. മെയിൻ ആയിട്ടുള്ള കറണ്ടുകൾ, ഈ പെറൂവിയൻ കറണ്ട് എന്ത് ചെയ്യുക? നോക്കി വെക്കുക. പെറൂവിയൻ കറണ്ട് നോക്കി വയ്ക്കുക. അതെവിടെയാണുള്ളത്, ഏത് ഓഷനിലാണെന്നും നോക്കി വയ്ക്കുക. അത് കണക്ക് തന്നെ ബെനങ്വേല കറണ്ട് നോക്കി വയ്ക്കുക, ലാബ്രഡോർ നോക്കി വയ്ക്കുക. അതൊക്കെ എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷനിലാണ് ലാബ്രഡോർ കറണ്ട് എന്ന് പറയുന്നത്. എല്ലാം പറഞ്ഞിരിക്കാൻ സമയമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഓക്കെ, എന്തായാലും പഠിച്ചു വെക്കണേ. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എബൌട്ട്, അത് നോക്കണേ, ഏതാണ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് നോക്കി തന്നെ പോവാം. എബൌട്ട് എൽനിനോ, എൽനിനോയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എൽനിനോയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. നോക്കിയോ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺയൂഷ്വൽ വാർമിംഗ് ഓഫ് എന്താണ്? സർഫസ് വാട്ടർ ഇൻ ദി പസഫിക് ഓഷൻ ആണ്. ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? അൺയൂഷ്വൽ കൂളിംഗ് ഓഫ് സർഫസ് വാട്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? ലാനിനെയാണ്. ഓക്കെ, എന്താണ്? ലാനിനെയാണ്. ലാനിനെയാണ് എന്തെന്ന് പറയുന്നത്? കൂളിംഗ് ഓഫ് സർഫസ് വാട്ടർ ഇൻ ദി പസഫിക് ഓഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ്, എൽനിനോ എന്താണ്, എൽനിനോ എന്താണ്, ലാനിന എന്ന് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വാർമിംഗ് ഓഫ് സെന്റർ ഈസ്റ്റ് പസഫിക് വാട്ടർ ട്രേഡ് വിൻഡ്സ് വീക്കൻ ആൻഡ് ചേഞ്ച് ഡയറക്ഷൻ. അതായത് എൽനിനോ എന്ന് പറയുന്നത് വാർമിംഗ് ഓഫ് എന്താണ്? വാട്ടർ ആണ്, അൺയൂഷ്വൽ വാർമിംഗ് ഓഫ് വാട്ടർ ആണ്. ലാനിന എന്ന് പറയുന്നത് അൺയൂഷ്വൽ കൂളിംഗ് ഓഫ് പസഫിക് വാട്ടർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൽനിനോ എന്ത് ചെയ്യും? നമ്മളെ ട്രേഡ് വിൻഡുകൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇക്വിറ്റോറിയൽ ആ ഏരിയയിൽ നിന്ന് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യും? സബ് ട്രോപ്പിക്കൽ ഹയർ പ്രഷർ ബെൽറ്റിൽ നിന്ന് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രേഡ് വിൻഡ്സ് എന്ന് പറഞ്ഞായിരുന്നു. ആ ട്രേഡ് വിൻഡുകളെ ഇവ എന്ത് ചെയ്യും? വീക്കൻ ചെയ്യും. ലാനിനയിൽ എന്ത് ചെയ്യും? വീക്കൻ ചെയ്യും. അതേസമയം എൽനിനോയിൽ എന്ത് ചെയ്യും? വീക്കൻ ചെയ്യും. അതുപോലെ തന്നെ ലാനിനയിലേക്ക് വരുമ്പോൾ ഇവ എന്ത് ചെയ്യും? സ്ട്രോങ് ആക്കും. എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതേ കണക്ക് തന്നെ ഇത് ഇന്ത്യയിൽ എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്? ഇന്ത്യയിൽ എന്ത് ചെയ്യും? എൽനിനോ എന്ത് ചെയ്യും? മൺസൂണിനെ വീക്കൻ ചെയ്യിപ്പിക്കും. അതേസമയം അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയാണ് ലാനിന ചെയ്യുന്നത്. അങ്ങനെ മൺസൂണിനെ വീക്കൻ ചെയ്യിപ്പിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? ഡ്രൗട്ട് ഉണ്ടാവും. അതേ കണക്ക് തന്നെ എന്ത് ചെയ്യും? റെയിൻഫോൾ കുറയും. അതുപോലെ തന്നെ കൃഷിക്കൊക്കെ എന്ത് ചെയ്യും? ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. അതേസമയം ലാനിനെ എന്ത് ചെയ്യണം? മൺസൂണിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ റെയിൻഫാൾ കൂടും, ഫ്ലഡിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് ഒക്കർ ചെയ്യുന്നത് 2 to 7 ഇയേഴ്സിലാണ്. ഇത് ഒരു 3 to 5 ഇയേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഒക്കർ ചെയ്യുന്നതെന്നും പഠിച്ചു വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മഴയില്ലെങ്കിൽ എന്താണ്? ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവും. മറ്റേത് എന്ത് ചെയ്യും? ക്രോപ്പിന്റെ വളർച്ചയെ എൻഹാൻസ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണുള്ള പ്രശ്നം?
അവിടെ ഡ്രൗട്ട് ആണെങ്കിൽ ഇവിടെ ഫ്ലഡ് ഉണ്ടാവാനുള്ള കാരണം ആവും ലാനിനയുടെ സൈഡിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ 10-degree channel is related to ഇസ് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. അപ്പം നോക്കുക, 10-degree ചാനൽ എവിടെ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ് ഏതെന്ന് പറയുന്നത് 10-degree ചാനൽ. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഡങ്കൻ പാസേജ് എന്ന് പറയുന്ന ഒരു പാസേജ് ഉണ്ട്. ഡങ്കൻ പാസേജ് ഇവിടെ കൂടെയാണ് കാണപ്പെടുന്നത്. ലിറ്റിൽ ആൻഡമാനെയും അതുപോലെ തന്നെ സദേൺ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡങ്കൻ പാസേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബെറിംഗ് സ്ട്രെയിറ്റ് കണക്ട്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതൊക്കെ ഓഷനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം നോക്കൂ. എന്താണ്? ആർട്ടിക് ഓഷൻ ആൻഡ് പസഫിക് ഓഷൻ. ആർട്ടിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സോറി, അതിൻ്റെ ഉത്തരം ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ബെറിംഗ് സ്ട്രെയിറ്റ് ആർട്ടിക് ഓഷനെയും അതുപോലെ തന്നെ പസഫിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണ്. ആർട്ടിക് ഓഷനെയും പസഫിക് ഓഷനെയും. അതായത് ഈ ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നതിൻ്റെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇവിടെ കൂടെയാണ് നമ്മളെ ഇന്റർനാഷണൽ ഡെഡ് ലൈൻ. എന്താണ്? ഇന്റർനാഷണൽ ഡെഡ് ലൈൻ കടന്നു. ഇന്റർനാഷണൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഇന്റർനാഷണൽ ഡെഡ് ലൈൻ കടന്നു പോകുന്നത്. ഇത് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇത് ലാൻഡ് മാസിൽ കൂടെ കടന്നു പോകുന്നില്ല, ഇത് ഓഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് പസഫിക് ഓഷനെയും അതുപോലെ തന്നെ ഏതിനെയും തമ്മിൽ, പസഫിക് ഓഷനെയും ആർട്ടിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നാരോ ഏരിയ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ നാരോ പാസേജ് ഓഫ് വാട്ടർ കണക്ടിങ് 2 large വാട്ടർ ബോഡീസ്. അപ്പോൾ അത് കണക്ക് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്? ആർട്ടിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ കണക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അതാണ് ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞു 2 ലാൻഡ് മാസസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് റഷ്യയെയും അതുപോലെ തന്നെ ഏഷ്യയുടെ പാർട്ടായിട്ടുള്ള റഷ്യയെയും അതിനൊക്കെ നോർത്ത് അമേരിക്കയുടെ പാർട്ടായിട്ടുള്ള US-നെയും തമ്മിൽ വേർതിരിക്കുന്ന ഏരിയയും കൂടെയാണ് ഈ ഒരു ബെറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് സ്ട്രെയിറ്റ്സിന്റെ പേരും അതിന്റെ ലൊക്കേഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. ഒന്നെന്ന് പറയുന്നത് ഡാർഡനലിസ് അല്ലെങ്കിൽ ഡാർഡനല്ലി സ്ട്രെയിറ്റ് എന്ന് പറയും. ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ആ ഒരു സ്ട്രെയിറ്റ് കാണപ്പെടുന്നത്. ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഏഗൻ സിയെയും അതുപോലെ തന്നെ സീ ഓഫ് മർമരയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ് ഡാർഡനല്ലീസ് അല്ലെങ്കിൽ ഡാർഡനല്ലി സ്ട്രെയിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ഇതങ്ങോട്ട് നോക്കണ്ട, നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. ഡാർഡനല്ലി സ്ട്രെയിറ്റ്. ഓക്കെ, അടുത്ത ബോസ്ഫോറസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയാണ് ഡാർഡനല്ലി സ്ട്രെയിറ്റ് ഉള്ളത്. അത് ഏഗൻ സിയെയും ഇവിടെ സീ ഓഫ് മർമരയുണ്ടല്ലേ, മർമരയുണ്ട്, അത് തമ്മിൽ വേർതിരിക്കുന്നതാണെന്ന് പഠിച്ചു. അതേ കണക്ക് തന്നെ ഈ സീ ഓഫ് മർമരയെയും ബ്ലാക്ക് സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോസ്ഫോറസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇത് അതുപോലെ തന്നെ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഇങ്ങനെയായിരിക്കും ചോദ്യം. നമ്മുടെ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന സ്ട്രെയിറ്റ് ഏതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? ചോദിക്കാം. ബോസ്ഫോറസ് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, അടുത്ത ഇനി സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ അതെവിടെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂറോപ്പിനെയും ആഫ്രിക്കയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് അറ്റ്ലാന്റിക് ഓഷനെയും, ഇവിടെയാണ് അറ്റ്ലാന്റിക് ഓഷൻ, ഇത്രയും ഭാഗമാണ് അറ്റ്ലാന്റിക് ഓഷനെയും മെഡിറ്ററേനിയൻ സീയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏരിയ ആണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇറ്റ് ഈസ് ദി ഓൺലി നാച്ചുറൽ എൻട്രൻസ് ഓർ എക്സിറ്റ് ടു ദി മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീയിൽ നാച്ചുറലായിട്ട് നമുക്ക് എൻട്രൻസ് ചെയ്യാനോ എക്സിറ്റ് ചെയ്യാനോ പറ്റുന്ന സ്ഥലം ഇതാണ്, ഈ ഒരു പാസേജ് ആണ്. അടുത്ത സ്ട്രെയിറ്റ് ഓഫ് മലാക്ക പഠിച്ചു വയ്ക്കുക. മലേഷ്യയും ഇന്തോനേഷ്യയും തമ്മിൽ എന്ത് ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആൻഡമാൻ സീയെയും സൗത്ത്
ചൈന സീയെ, ഇവിടെയാണ് ഈ സൗത്ത് ചൈന സീ, ഇത് ഇത്രയാണ് സൗത്ത് ചൈന സീ, അതിനെയും അത് കണക്കാണ് ആൻഡമാൻ സീയെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രൈറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡിലാണേ പറഞ്ഞു പോണേ, ശ്രദ്ധിക്കണേ, ഇത്തിരി നിങ്ങൾ സൗണ്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കണേ. അടുത്ത ബാബൽ മന്ദേബ് സ്ട്രൈറ്റ്. ബാബൽ മന്ദേബ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത് യമനിനെയും ജിബൂട്ടി അല്ലെങ്കിൽ എറിത്രിയയും തമ്മിൽ അതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന സ്ട്രൈറ്റ് ആണ്. ഈ സ്ട്രൈറ്റിന്റെ പ്രത്യേകത ഇവിടെയാണ് ആ ഒരു സ്ട്രൈറ്റ് ഉള്ളത്. ഈ സ്ട്രൈറ്റ് റെഡ് സീയെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഏദനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏരിയ ആണ്, ആ ഒരു സ്ട്രൈറ്റ് ആണ്. അടുത്തതിന് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത് ഇറാനിനെയും ഒമാനിൻ്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന സ്ട്രൈറ്റ് ആണ്. ഇതാണ് ഈ ഒരു സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇത് പേർഷ്യൻ ഗൾഫിനെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാൻ, ഈ ഒരു ഏരിയ, ഇതാണ് ഗൾഫ് ഓഫ് ഒമാൻ, ആ ഒരു ഏരിയയും തമ്മിൽ എന്ത് ചെയ്യുന്നു, കണക്ട്സ് ചെയ്യുന്നു. ഓക്കെ, അത്രയും സ്ട്രൈറ്റ്സ് എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അത് ഏതൊക്കെ ഓഷൻസിനെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നതെന്നും ഏതൊക്കെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, രണ്ട് കോണ്ടിനെന്റുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ടേംസ് ഓഫ് വോളിയം. വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് ചോദ്യം. അത് ശ്രദ്ധിച്ച് ചെയ്യണേ. ഇതിന്റെ ഉത്തരം ഏത് കുത്തും? ഉത്തരം ബെയ്ക്കലാണ്. ഏറ്റവും ലാർജസ്റ്റ് വോളിയം ഫ്രഷ് വാട്ടർ ലേക്ക്, ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ടേംസ് ഓഫ് വോളിയം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇൻ ടേംസ് ഓഫ് വോളിയം എന്ന് എടുത്തു പറയുന്നത്? കാരണം ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ ആണെങ്കിൽ ഈ ഒരു ലേക്ക് ബെയ്ക്കൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. റഷ്യയിലാണ് ഈ ബെയ്ക്കല് കാണപ്പെടുന്നത്. ബെയ്ക്കൽ ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ടേംസ് ഓഫ് വോളിയം ആണ്. അതേസമയം ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ ആണെങ്കിലാണ് ഏത് വരുന്നത്? ഈ നമ്മുടെ ലേക്ക് സുപ്പീരിയർ വരുന്നത്. സുപ്പീരിയർ തടാകം വരുന്നത് എന്താണ്? ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ. ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ ആണെങ്കിൽ അതെന്താണ്? ലേക്ക് സുപ്പീരിയർ ആണ്. ഇനി എന്താണ് നോക്കേണ്ടത്? ലാർജസ്റ്റ് സാൾട്ട് വാട്ടർ ലേക്ക്. സാൾട്ട് വാട്ടർ ലേക്ക് ഏതാണ്? ലാർജസ്റ്റ് സാൾട്ട് വാട്ടർ ലേക്ക്, അതും കൂടെ പഠിച്ചു വെക്കുക. കാസ്പിയൻ സീ ആണ്. ഏതാണ്? കാസ്പിയൻ സീ. അതുപോലെ തന്നെ ഡീപ്പസ്റ്റ് ലേക്കും ഏത് തന്നെയാണ്? ഈ ബെയ്ക്കൽ തന്നെയാണ് എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ടേംസ് ഓഫ് വോളിയവും ഡീപ്പസ്റ്റ് ലേക്ക് ഏതാണെന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? ബെയ്ക്കൽ തന്നെയാണ്. അതേസമയം സർഫസ് ഏരിയ വെച്ചിട്ടാണെങ്കിൽ ലേക്ക് സുപ്പീരിയർ ആണ്, സാൾട്ട് വാട്ടർ ആണെങ്കിൽ കാസ്പിയൻ സീ ആണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദി രജിസ്ഥാൻ ഡെസേർട്ട് ലൊക്കേറ്റഡ്? അല്ലെങ്കിൽ എവിടെയാണ് ഈ രജിസ്ഥാൻ എന്ന് പറയുന്ന ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഈ ഡെസേർട്സിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലെ ഇവിടെ ആയിട്ടാണ് ഈ ഒരു രജിസ്ഥാൻ എന്ത് ചെയ്യുന്നത്, ഡെസേർട്ട് കാണപ്പെടുന്നത്. അവിടെ തന്നെ മർഗോ ഡെസേർട്ട് ഉണ്ട്, അതും കൂടെ നോക്കി വെക്കുക. ഇറാനിൻ്റെ ഈ ഭാഗത്ത് ലൂട്ട് ഡെസേർട്ടും ഉണ്ട്. അപ്പോഴേ അഫ്ഗാനിസ്ഥാനിലാണ് ഏതുള്ളത്? ഈ രജിസ്ഥാൻ ഡെസേർട്ട് ഉള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് ഡെസേർട്ടുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ചിലിയിലുള്ള അട്ടക്കാമ ഡെസേർട്ട്. ചിലിയിൽ കാണപ്പെടുന്ന അട്ടക്കാമ ഡെസേർട്ട് എവിടെയാണ്? ചിലിയാണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കി വയ്ക്കുക. അടുത്ത ഇനി നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലൊരു ഡെസേർട്ട് ഇല്ലേ? ഇന്ത്യയിലുള്ള ഡെസേർട്ട് എവിടെയാ? ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ എന്തുണ്ട്? ഡെസേർട്ട് ഉണ്ട്. ഇവിടെ കാണപ്പെടുന്ന താർ ഡെസേർട്ട്. ഏതാണ്? താർ ഡെസേർട്ട് എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ആണെങ്കിൽ തന്നെ ചൈനയിലെ ഗോബി ഡെസേർട്ട്. ചൈനയിലെ എന്തുണ്ട്? ചൈന മംഗോളിയ ആ ഒരു ഏരിയയിലാണ് ഇത് കാണപ്പെടുന്നത്. ചൈനയിലും മംഗോളിയയിലുമായിട്ടാണ് ഈ ഗോബി ഡെസേർട്ട് കാണപ്പെടുന്നത്. അടുത്തതിന് സഹാറ, നമ്മൾ ആഫ്രിക്കയിലുള്ള ഏറ്റവും ലാർജസ്റ്റും ഏറ്റവും ഹോട്ടസ്റ്റ് ഡെസേർട്ട് ആയിട്ടുള്ള സഹാറയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചിലിയിലെ ഈ അട്ടക്കാമ ഡെസേർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. സഹാറയാണ് ഹോട്ടസ്റ്റ് ഡെസേർട്ട്. ഹോട്ടസ്റ്റ് ഡെസേർട്ട് സഹാറയാണെങ്കിൽ ഏറ്റവും കോൾഡസ്റ്റ് ഡെസേർട്ട് ആണ് ഏത്? അട്ടക്കാമ, ചിലി എന്ന് പറയുന്നത്. അടുത്ത ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
തക്ലാമൻ ഡെസേർട്ട്. തക്ലാമൻ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തക്ലാമനും ചൈനയിലാണ് തക്ലാമൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓസ്ട്രേലിയയിലും ഡെസേർട്ട് ഉണ്ട്. ഓസ്ട്രേലിയൻ ഡെസേർട്ട് എന്ന് പറയുന്ന ഡെസേർട്ടും ഉണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അത് കണക്ക് തന്നെ കലഹാരി ഡെസേർട്ട് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിൽ എന്തുണ്ട്? കലഹാരി ഡെസേർട്ട് ഉണ്ട്. അതും കൂടെ നോക്കി വെക്കുക, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഈ നമ്മളെ ഓസ്ട്രേലിയയിലുള്ള ആ ഡെസേർട്ടിന്റെ പേരെന്താണ്? ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് എന്നാണ്. ഗ്രേറ്റ് വിക്ടോറിയ ഇന്ററപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡെസേർട്ടുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി വെക്കേണ്ടത് മെയിനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാമ്പസ്, സ്റ്റെപ്പീസ്, സാവന്ന ആൻഡ് പ്രയറീസ് ആർ നെയിംസ് ഓഫ് ആർ ഫേമസ് ഫോർ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ ഉത്തരം നിങ്ങളൊന്ന് നോക്കിയേ. പാമ്പസ്, സ്റ്റെപ്പീസ്, സാവന്ന ആൻഡ് പ്രയറീസ് ആർ നെയിം ഫേമസ് ഫോർ എന്നാണ് ചോദ്യം. ഇത് എന്തിനാണ് ഫേമസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്തരം ഏതാ? ഗ്രാസ് ലാൻഡ്സ് ആണ്. ഇതിന്റെ ഉത്തരം ഏതാണ്? ഗ്രാസ് ലാൻഡ്സ് ആണ്. അവിടെ മേജർ ഗ്രാസ് ലാൻഡ്സ് ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഈ പ്രയറീസ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലാണ്. നോർത്ത് അമേരിക്കയിലെ മേജർ ഡെസേർട്ട് ആണ് പ്രയറീസ്. അതൊക്കെ തന്നെ ഏത് നോക്കുക, ഈ ലാനോസ് എന്ന് പറയുന്നത് വെനസ്വേലയിലെ ഫേമസ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ് ആണ്. അങ്ങനെ ഈ സാവന്ന മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് നമ്മുടെ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ സാവന്ന എവിടെയും കാണുന്നുണ്ട്? സൗത്ത് അമേരിക്കയിലും കുറച്ച് ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്ത് നോക്കേണ്ടത് പാമ്പസ് ആണ്. പാമ്പസ് അർജന്റീനയിലാണ്. പാമ്പസ് എവിടെയാണ്? അർജന്റീനയിലെയാണ്. അടുത്ത തന്നെ വെൽസ് എന്ന് പറയുന്നത് എവിടത്തെയാണ്? നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലാണ്. അത് പഠിച്ചു വെക്കുക. സാവനയുടെ കുറച്ച് ഭാഗം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു പാർട്ടിലും കാണപ്പെടുന്നുണ്ട്. അടുത്ത ഇനി നോക്കേണ്ടത് പുസ്താസ് ആണ്. പുസ്താസ് എവിടെയാണ്? ഹംഗറിയാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പീസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റെപ്പീസ് കാണപ്പെടുന്നത് എവിടെയാണ്? നോർത്ത് ഏഷ്യയിലും അതുപോലെ തന്നെ യൂറോപ്പിലും ആയിട്ട് കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പീസ് എന്ന് പറയുന്നത്. അടുത്ത തന്നെ മാഞ്ചൂരിയൻ ഗ്രാസ് ലാൻഡും കാണപ്പെടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് നമ്മുടെ ഈ ഒരു ചൈന, മംഗോളിയ ആ ഒരു ഏരിയയിലാണ് കാണപ്പെടുന്നത്. അടുത്ത ഡൗൺസ് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. അവിടെയും സാവന്നയുടെ കുറച്ച് ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. അടുത്ത തന്നെ കാൻഡർബറി എവിടെയാണ്? നമ്മുടെ ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡിൽ കാണപ്പെടുന്നതാണ് ഈ കാൻഡർബറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറന്റ്ലി മാച്ച്ഡ്. ശ്രദ്ധിക്കുക, നോട്ട് കറന്റ്ലി മാച്ച്ഡ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോഴേ ഇത് ഏതാണ്? മേജർ പവർ പ്ലാന്റ്സ് ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരം ഏതാ? നറോറ എന്താണ്? ന്യൂക്ലിയർ റിയാക്ടർ. അത് രാജസ്ഥാനിലാണോ? അല്ല, രാജസ്ഥാനില് അല്ല. പിന്നെ എവിടെയാണ് നറോറ എന്ന് പറയുന്നത്? നറോറ എവിടെയാണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മേജർ ആയിട്ടുള്ള എന്ത് നോക്കാം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് നോക്കാം. അതിൽ ഒന്നെന്ന് പറയുന്നത് താരാപൂർ. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. ഓക്കെ, താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. അടുത്ത ഇനി കക്രപ്പാറ. കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്ത്. കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്ത്. അടുത്ത ഇനി കൂടംകുളം. കൂടംകുളം എവിടെയാണ്? കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് തമിഴ്നാട്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്. ഓക്കെ, അത് നോക്കി വെക്കുക. അടുത്ത ഇനി നോക്കേണ്ടത് നിങ്ങൾ ഏത് നോക്കി വെക്കണം? കൈഗ. കൈഗ എവിടെയാണ്?
കൈക കർണാടകയാണ്. കൈക എവിടെയാണ്? കർണാടകയാണ്. അതുപോലെ തന്നെ നറോറ എവിടെയാണ്? ഉത്തർപ്രദേശാണ്. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശാണ്. നറോറ ഇൻ UP എന്നുള്ളത് എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ഇപ്പോൾ താരാപൂർ, കൽപ്പാക്കം. കൽപ്പാക്കോ എവിടെ തന്നെയാണ്? കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട് തന്നെയാണ്. ഓക്കെ, അതും കൂടെ നോക്കി വെക്കുക. ഓക്കെ, അതാണെങ്കിൽ കക്രപ്പാറ ഗുജറാത്ത്, ആണെങ്കിൽ കൈക കർണാടക, അതുപോലെ തന്നെ കൂടംകുളം തമിഴ്നാട്, അതുപോലെ തന്നെ നറോറ എവിടെയാണ്? രാജസ്ഥാൻ അല്ല, എവിടെയാണ്? ഉത്തർപ്രദേശാണ് എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവർ ഈസ് ദി പാർട്ട് ഓഫ് നാഷണൽ വാട്ടർവേ 5? അടുത്ത് നമ്മൾ നോക്കുന്നത് നാഷണൽ വാട്ടർവേസ് ആണ്. നാഷണൽ വാട്ടർവേ 5 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഏതാ? ബ്രഹ്മണിയാണല്ലേ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇനി നോക്കാൻ പോകുന്നത് മേജർ വാട്ടർവേസ് ആണ്. അതിൽ NW1 അതാണ് ആദ്യത്തെ എന്ന് പറയുന്നത്. NW1 എവിടെയാണ്? പ്രയാഗ്രാജ്, സാൽദിയ ടു ഹൂഗ്ലി വരെ, ഹാൽഡിയ ടു ഹൂഗ്ലി വരെ കണക്ട് ചെയ്യുന്നു. ഇത് ഏത് റിവറിലാണെന്നാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഗംഗ. എവിടെയാണ്? ഗംഗയിലാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണ്? നാഷണൽ വാട്ടർവേ 1 ആണ് ഏറ്റവും ലോങ്സ്റ്റ് വാട്ടർവേ എന്ന് പറയുന്നത്. അടുത്ത NW2 എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? സാദിയ ടു ധൂബ്രീനെ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് NW2. അത് എവിടെയാണ്? ബ്രഹ്മപുത്രയിലാണ്. അടുത്ത ഇനി NW3 എവിടെയാണ്? കൊല്ലം ടു കോഴിക്കോട്. കൊല്ലം ടു കോട്ടപ്പുറം ആയിരുന്നു, അതിപ്പോൾ മാറിയിട്ടുണ്ട്. കൊല്ലം ടു കോഴിക്കോട് വരെയാണ്. അത് ഏത് നദിയിലാണ് അത് കാണപ്പെടുന്നത്? അത് വെസ്റ്റ് കോസ്റ്റ് കനാലിലാണ്, ഇൻ കേരള. ഓക്കെ, അടുത്ത NW4 ആണ്. NW4 കാക്കിനഡ, പുതുച്ചേരിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കാണപ്പെടുന്നത്. ഇത് ബക്കിംഗ്ഹാം കനാലിലാണ്. ഓക്കെ, അടുത്ത ഇനി NW5 ആണ്. ഓക്കെ, NW5 ഇത് എന്താ ഇത് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. താൽച്ചർ ടു ധാമറയാണ് അതെന്ന് പറയുന്നത്. താൽച്ചർ ടു ധാമറയാണ്. ഇതാണ് ഏത് നദിയിൽ? ബ്രഹ്മണി നദിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. നോക്കി വയ്ക്കുക. നാഷണൽ വാട്ടർവേസ് പഠിച്ച് വെക്കുക. ഏകദേശം ഇന്ത്യയിൽ ഇപ്പം നിലവിലുള്ളത് 111 നാഷണൽ വാട്ടർവേസ് ആണ് നിലവിലുള്ളത് എന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് നോക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റീൽ പ്ലാന്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് റഷ്യൻ കൊളാബറേഷൻ ഇൻ ദുർഗ് ഡിസ്ട്രിക്ട് ഓഫ് ഛത്തീസ്ഗഡ്? സ്റ്റാർട്ടഡ് ഇൻ 1959. എത്ര? നിങ്ങൾക്ക് ഒരു 3-4 ക്ലൂകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക. ഏതാ ഉത്തരം? ഭിലായി പ്ലാന്റ് ആണ്. ഭിലായി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആരുടെ സഹായത്തോടു കൂടി? റഷ്യയുടെ സഹായത്തോടു കൂടി രൂപീകൃതമായിരിക്കുന്ന സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു മേജർ ആയിട്ടുള്ള സ്റ്റീൽ പ്ലാന്റുകളും അവ ആരുടെ ഹെൽപ്പോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും അതിന്റെ സ്റ്റേറ്റും കൂടെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഭിലായി. നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് തന്നെ നോക്കാം. ഭിലായി എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗ് ഡിസ്ട്രിക്ട് ഓഫ് ഛത്തീസ്ഗഡിലാണ് ഉള്ളത്. ആരുടെ സഹായത്തോടു കൂടിയാണ്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, അടുത്ത ഇനി ഈ റഷ്യ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്, USSR ആണ്. ഓക്കെ, അടുത്ത ഭിലായിയുടെ കൂടെ തന്നെ ബൊക്കാറോയും കൂടെ പഠിക്കുക. ബൊക്കാറോ എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നതാണ്? ജാർഖണ്ഡിലാണ്. ഇതും ആരുടെ സഹായത്തോടു കൂടിയാണ്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് രൂപീകൃതം ആയിരിക്കുന്നത്. ഭിലായി 1967 അതുപോലെ തന്നെ ബൊക്കാറോ എന്ന് പറയുന്നത് 1964 രൂപീകൃതമായിരിക്കുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് റൂർക്കേല ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് രൂപീകൃതമായിരിക്കുന്നത്. റൂർക്കേല 1961.
ഈ ഡേറ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പോണേ. ബിലായും ബുക്കാറയും റഷ്യയുടെ സഹായത്തോടു കൂടിയും റൂർക്കേല ആരുടെ സഹായത്തോടെ, ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്തതിന് ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ UK സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, രൂപീകൃതമായിരിക്കുന്നത് 1956. ഇത്രയും കാര്യം എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇത് നോക്കി വെക്കുന്നതിൻ്റെ കൂടെ ഈ ഓരോന്നും രൂപീകൃതമായിരിക്കുന്നത് ഏത് 5 year പ്ലാനിലാണെന്നും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വെക്കുക. 5 year പ്ലാൻസ് എന്തായാലും എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നോക്കുക. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട്? ജൂട്ടിന്റെ ലീഡിംഗ് പ്രൊഡ്യൂസർ. ഉത്തരം നോക്കാം. ഉത്തരം ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്. ലീഡിംഗ് പ്രൊഡ്യൂസർ ആരാണ്? വെസ്റ്റ് ബംഗാളാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഇതിന്റെ കൂടെ ഓരോന്നും, അതായത് ഇപ്പം ഈ ജൂട്ടിന്റെ വേറൊരു പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ജൂട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരെണ്ണം വരും. എന്താണ് യൂണിവേഴ്സൽ ഫൈബർ? യൂണിവേഴ്സൽ ഫൈബർ ഏതാ? കോട്ടൺ ആണ് അല്ലേ. അപ്പോൾ ജൂട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളാണ്. അതേസമയം കോട്ടൺ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളെ യൂണിവേഴ്സൽ ഫൈബർ ആയിട്ടുള്ള കോട്ടൺ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുജറാത്താണ്. ആരാണ്? ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഇനി നമ്മൾ നോക്കാവുന്നത് ഇത് ഷുഗർ കെയിൻ. കുറച്ച് ഫേമസ് ആയിട്ടുള്ള നോക്കി വെക്കേണ്ട ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഓരോ ക്രോപ്പിന് നമുക്ക് നോക്കാം. ഷുഗർ കെയിൻ ആണെങ്കിൽ ഷുഗർ കെയിൻ ആരാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? UP ആണ്. ഉത്തർപ്രദേശ് ആണ്. ഷുഗർ കെയിനും വീറ്റും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ തന്നെയാണ്? UP ആണ്. അതുപോലെ തന്നെ പിന്നെ നോക്കേണ്ട റൈസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും വെസ്റ്റ് ബംഗാളാണ്. ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. റൈസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, അടുത്ത ഇനിയത് സിൽവർ റെവല്യൂഷൻ ഈസ് കൺസേൺ വിത്ത്. സിൽവർ റെവല്യൂഷൻ, അപ്പോൾ ടൈപ്പ് ഓഫ് റെവല്യൂഷൻസ്, ഓരോ റെവല്യൂഷൻസ് ഉണ്ട്. ഇപ്പം ബ്രൗൺ റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ, അങ്ങനെ കുറേ റെവല്യൂഷൻസ് ഉണ്ട്. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സിൽവർ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഏതാണ്? എഗ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട കുറച്ച് റെവല്യൂഷൻസ് ഉണ്ട്. അതിൻ്റെ പേരുകൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഗ്രീൻ റെവല്യൂഷൻ സെറൽസ്, അതായത് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്രൗൺ റെവല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, ലെതർ ആൻഡ് കോക്ക അല്ലെങ്കിൽ നമ്മൾ കോഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്രൗൺ റെവല്യൂഷൻ. പിങ്ക് റെവല്യൂഷൻ പ്രോൺ ഫിഷസ്, അതുപോലെ തന്നെ ഒടിയൻ മെഡിസിൻ ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. കാരണം നിങ്ങൾക്ക് ആ ഒരു പേര്, ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് ആയിട്ട് ബന്ധപ്പെട്ടാണ്, സമുദ്രമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് കിട്ടും. അതുപോലെ തന്നെ സിൽവർ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കിട്ടാൻ ചാൻസ് കുറവ്. എഗ് ആൻഡ് പോൾട്രി ആണ്. ആണെങ്കിൽ തന്നെ ബ്രൗൺ റെവല്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രൗണും അതുപോലെ തന്നെ ഗ്രേയും തമ്മിൽ മിസ്റ്റേക്ക് വരാം. അതൊന്ന് പഠിച്ചു വയ്ക്കുക. ബ്രൗണ് ലെതർ കിട്ടും, കൊക്കയാണ്. പക്ഷെ നിങ്ങൾക്ക് സംശയം വരാം ഫെർട്ടിലൈസർ ആണോ എന്ന്. ഫെർട്ടിലൈസർ ഗ്രേ ആണ്. അതുപോലെ തന്നെ ബ്ലാക്കും ആയിട്ടും ഈ ഗ്രേക്ക് സംശയം വരാം. ബ്ലാക്ക് എന്ന് പറയുന്നത് എന്ത് റെവല്യൂഷനാണ്? പെട്രോളിയം പ്രൊഡക്ഷനുമായിട്ടുള്ള റെവല്യൂഷനാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സോയിൽ ഇന്ത്യൻ സോയിലിനെ പറ്റി എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ആ സോയിലും മേജർ സോയിൽസ് ഏതാണെന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഫോറസ്റ്റുകൾ, ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഇല്ലേ, നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഡിസിഡിയസ് ഫോറസ്റ്റ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. പിന്നെ മേജർ റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസും. ഇപ്പം മേജർ റിവേഴ്സ് ഇൻ ഇന്ത്യയിൽ ഗംഗ, അതുപോലെ തന്നെ ഇൻഡസ്, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര, അവയും അവയുടെ ട്രിബ്യൂട്ടറീസും ലെഫ്റ്റ് ബാങ്കും റൈറ്റ് ബാങ്കും എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അത് കണക്ക് തന്നെ പെനിൻസുലാർ റിവേഴ്സ് ഉണ്ട്. പെനിൻസുലാർ റിവേഴ്സും എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. നമ്മുടെ നർമ്മദ, താപ്തി, അതും അതേ കണക്ക് തന്നെ കാവേരി, ഗോദാവരി, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. വെസ്റ്റേൺ ഘട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഘട്ട്. ആ കണക്ക് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഇത്രയൊക്കെയാണ് മേജറായിട്ട് നിങ്ങൾ ജോഗ്രഫിയിൽ നോക്കി വെക്കേണ്ടത്. വേൾഡ് ജോഗ്രഫിയിൽ വരുമ്പോഴത്തേക്ക് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസ് അങ്ങനെയുള്ളത്, ഡെസേർട്ട്, അതുപോലെ മേജർ റിവേഴ്സ്, അത് കണക്കിന് വാട്ടർഫോൾസ്, അതൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇത്രയാണ് ഈ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും